ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷു ഷോപ്പിംഗ് വ്ളോഗാണ്. ഇത്ര നേരത്തെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കസിൻ ഇന്നലെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര തിരക്കാണെന്നാണ് പറഞ്ഞത് കേട്ടോ. ഞാനും അമ്മയാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് കാഞ്ഞങ്ങാടിലെ ശോഭിക വെഡിങ് സെൻറ്ററിലാണ്. കാഞ്ഞങ്ങാട് അത്യാവശ്യം നല്ല കളക്ഷനുള്ള ഒരു ഷോപ്പാണ് ശോഭിക വെഡിങ് സെൻറ്റർ. എൻ്റെ കസിനും ഇവിടുന്ന് തന്നെയാണ് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാ പ്രാവശ്യം ഞാൻ ഇവിടുന്ന് തന്നെയാണ് ഡ്രസ്സ് എടുക്കാറ്. വിഷു ആയതുകൊണ്ട് തന്നെ ഷോപ്പിൻ്റെ ഫ്രണ്ടിലൊക്കെ നല്ലതായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ട് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവുകയാണ് ഗൈസ്. സെക്കൻഡ് ഫ്ലോറിലാണ് എൻ്റെ ഏജിലുള്ള കുട്ടികളുടെ ഡ്രസ്സെല്ലാം. ശോഭിക വെഡിങ് സെൻറ്ററിൽ ഡ്രസ്സസ് മാത്രമല്ല, ഷൂസ്, ചപ്പൽസ്, അതേപോലെ തന്നെ ഫാൻസി ഐറ്റംസും നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് കേട്ടോ. ഇത് ബോയ്സിൻ്റെ സെക്ഷനാണ്. നമുക്ക് വേണ്ടത് ഗേൾസിൻ്റെ സെക്ഷനാണ്. ഗേൾസിൻ്റെ സെക്ഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നടക്കാനുണ്ട്. അവിടെ എത്തിയപ്പാട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷെ അത് ഞാൻ എടുത്തില്ല. അതാണ് ഈ ഡ്രസ്സ്. ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് മാത്രമല്ല, അതിൻ്റെ പല പല കളർ ചേഞ്ചസ് ഉണ്ട്. ഇങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സസ് എല്ലാം. പക്ഷെ അത് അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ ഈ കാണുന്ന വൈറ്റ്, ഇതിൻ്റെ ഫുൾ ലുക്ക് എനിക്ക് എടുക്കാൻ മറന്നുപോയി. എൻ്റെ അമ്മക്കും എനിക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് എനിക്കും അമ്മക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു കളർ ചേഞ്ച് എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു, ട്രയൽ ചെയ്ത് നോക്കാൻ വേണ്ടി. പിന്നെ ഞാൻ ടീഷർട്ട് നോക്കുന്നതിന് മുന്നേ എനിക്ക് പറ്റിയ ഒരു ഫ്രോക്ക് ഉണ്ടോ എന്ന് നോക്കാൻ ജസ്റ്റ് ഒന്ന് പോയിരുന്നു. പക്ഷെ എനിക്കൊന്നും അധികം ഒന്നും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ടീഷർട്ടിൻ്റെ ഏരിയയിലേക്ക് തന്നെ ഞാൻ വീണ്ടും വന്നു കേട്ടോ. പിന്നെ ഞാൻ പാൻറ് നോക്കാൻ വേണ്ടിയിട്ട് പോയി. ആസ് യൂഷ്വൽ ബാഗി പാൻറ് തന്നെയാണ്. എന്തെങ്കിലും വെറൈറ്റി കളർ കോംബോ എടുക്കണം എന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ഏതാണ് ഞാൻ എടുത്തതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എൻ്റെ സൈസ് അധികമൊന്നും ഇല്ല. നല്ല കളർ കോംബോക്കൊന്നും എൻ്റെ സൈസിലുള്ള പാൻറ്. പിന്നെ 2-3 ടീഷർട്ട്സും ഒരു പാൻറ്റും ഞാൻ എടുത്തിട്ട് ട്രയൽ ചെയ്യാൻ പോയി. ഫസ്റ്റ് ടീഷർട്ട് ഇതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ കളർ ചേഞ്ചാണ് എടുത്തത്. പിന്നെ ഇതാണ്, ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എടുത്തത് ഈ ഒരു ബ്രൗൺ ടീഷർട്ടും വൈറ്റ്. പിന്നെ അമ്മയ്ക്ക് ഡ്രസ്സ് ഉണ്ടോ നോക്കുമ്പോൾ ഞാൻ ഒന്നും കൂടി നല്ല ഡ്രസ്സസ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ ഞാൻ സെറ്റ് പാവാട എടുക്കുന്നുള്ളത് കൊണ്ട് ഞാൻ വേറെ ഡ്രസ്സ് എടുക്കണ്ടെന്ന് തീരുമാനിച്ചു. കളക്കുമ്പോൾ ആയിട്ടില്ല എൻ്റെ സൈസിലുള്ള പാൻറ് ഒന്നും കൂടി ഞാൻ ഒന്ന് സെർച്ച് ചെയ്ത് ഉണ്ടോയെന്ന്, പക്ഷേ കിട്ടിയില്ല. ലാസ്റ്റ് ആ വൈറ്റ്. പിന്നെ അമ്മ ഡ്രസ്സ് എടുക്കുമ്പോൾ ഞാൻ പോസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അതിലൊക്കെ നോക്കി. പിന്നെ നമ്മൾ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗൈസ്. സെക്കൻഡ് ഫ്ലോറിലത്തെ ഷോപ്പിംഗ് എല്ലാം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സെറ്റ് പാവടയുടെ മെറ്റീരിയൽ ഉള്ളത് താഴത്തെ ഫ്ലോറിലാണ്. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഞാൻ കുറേ അന്വേഷിച്ചു ഗൈസ് എനിക്ക് പറ്റിയൊരു കളറിന്. പക്ഷേ എനിക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അറ്റ് ലാസ്റ്റ് ഞാനൊരു കളർ എടുത്തു. എന്നിട്ട് ബില്ലൊക്കെ ചെയ്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ ഗൈസ്. വണ്ടി വെച്ചത് കുറച്ച് ദൂരെ ആയതുകൊണ്ട് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. 2 ലൈം ജ്യൂസ് കുടിക്കാനാണ് കയറിയത്. പക്ഷെ അവിടെ എത്തിയിട്ടാകുമ്പോൾ അൽഫാമും പൊറോട്ടയും റൊട്ടിയൊക്കെ ആയി. ഇതെന്താ 2 ആൾക്ക് 3 പ്ലേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ കസിൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളും കൂടി ഫുഡ് കഴിക്കാൻ വന്നു കേട്ടോ. അവിടുന്ന് ഒരു ലൈം ജ്യൂസ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് കുടിക്കുന്നതാണ് കാണുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.